നല്ലൊരു മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കടലമാവും 1/2 കപ്പ് നമ്മൾ വറുത്ത അരിപ്പൊടി സോഫ്റ്റ് അരിപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടിയിട്ട് എല്ലാം അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടിത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഫൈനായിട്ട് പെട്ടെന്ന് ഇത് അലിഞ്ഞ് പൊടികൾ കട്ട പിടിക്കാണ്ട് കിട്ടും. കടലമാവായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. നന്നായി ഇത് കണക്ക് മിക്സാക്കി കൊടുക്കാം. നല്ല ലൂസായിട്ടും ബാറ്റർ ആകാൻ പാടില്ല, അതേപോലെ നല്ല തിക്കായിട്ടും വേണ്ട. ഒരു ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ അതുപോലെ മുളക് നമ്മൾ ഈ പാവിനുള്ള മുളക് എടുത്തിട്ട് ഇതുപോലെ നടുവേ കീറിയിട്ട് അതിൻ്റെ എരിവുള്ള ഒരു സാധനം മാറ്റിയിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ എരിവ് കുറച്ച് കുറവായിരിക്കും. ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ലാത്ത സിമ്പിളൊരു സ്നാക്കാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് അത്യാവശ്യം ലൂസും ടൈറ്റും ആകാതെ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ആക്കിയാൽ മതി. ബാക്കി പെട്ടെന്ന് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തേങ്ങാ ചമ്മന്തി ഞാനിവിടെ അരച്ചിരുന്നു. രണ്ട് സൈഡും നല്ല ബ്രൗൺ ആക്കി എടുക്കാം. ഈ മുളക് വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നടുവേ മുറിച്ചിട്ട് ചെറിയ സൈസാക്കിയിട്ടും എടുക്കാം. അപ്പം കുറച്ചുകൂടി ക്രിസ്പിനെസ് കൂടുതലായിരിക്കും. വലിയതാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പിനെസ് മാറിയിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് വരാൻ ഒരു ടേസ്റ്റും കുറച്ച് കുറവായിരിക്കും. ഇതിപ്പോൾ ചെറിയ മുളകായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെ എല്ലാ മുളകും ഞാൻ ബാറ്ററിൽ മുക്കിയിട്ട് ബജിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല